ഹേ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ. പിന്നെ എന്തെന്ന് വെച്ചാൽ വീഡിയോ മുഴുവനായിട്ട് കാണാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, ഈദും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പർച്ചേസും പിന്നെ ഹെയർ കട്ടിങ്ങും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം പെരുന്നാളിന് 2 ദിവസം മുമ്പേ, അത് നോമ്പ് 26-ന് എന്തോ അല്ല, നോമ്പ് 26-നല്ല കേട്ടോ, നോമ്പ് 24-നെന്ന് തോന്നുന്നു, ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് ഹമ്പങ്കട്ടയുള്ള സ്റ്റുഡിയോയിലാണ്. അപ്പോൾ അവിടെ സമ്മർ കളക്ഷൻസ് ആയിരുന്നു കൂടുതൽ. സമ്മർ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ പിന്നെ സിമ്പിളായിരിക്കുമല്ലോ, കുറേ അധികം സിമ്പിൾ ലൈറ്റ് കോട്ടൺ മെറ്റീരിയൽ, ലൈറ്റ് കളേഴ്സൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ദാനിക്ക് വലിയ ഇഷ്ടമായില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഫിസ മാളിൽ പോയി. ഫിസ മാളിൽ പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. മാക്സെന്നും സ്റ്റുഡിയോന്നുമായിട്ടാണ് അവർക്ക് ഡ്രസ്സ് എടുത്തത്. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇവർ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ പോക്കറ്റ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. അവനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ ഡ്രസ്സും ഷൂസും പിന്നെ കുറച്ച് ആക്സസറീസും ഒക്കെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് മടങ്ങിയതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പെരുന്നാളിന് 2 ദിവസം മുമ്പ്, അതായത് ഇപ്രാവശ്യം 29 നോമ്പല്ലേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ വിചാരിച്ച 30 നോമ്പും കിട്ടും എന്നാണ്. അങ്ങനെ 28-നാണ് കേട്ടോ സലൂണിൽ പോയിട്ട് ഫുൾ ഫാമിലി ഹെയർ കട്ടിങ് ആണ്. ദയാൻ്റെത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ദാനുവിൻ്റെ ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ടില്ലേ, ദയാക്കും ദാനിക്കും ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ സ്വെറ്റിങ് ആയതിനു ശേഷം അതങ്ങനെ ഇങ്ങനെ വേർപ്പ് ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ വരുന്ന പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ എന്തെന്ന് വെച്ചാൽ ദാനു ഇരിക്കുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. അവൻ്റെ ഒരു കുഞ്ഞു കാറുണ്ട്, അവൻ്റെ കുഞ്ഞു കാറല്ല, ബാർബർ ഷോപ്പിലെ കുഞ്ഞു കാറിൽ അവൻ ഇരിക്കുന്നുണ്ടായിട്ടില്ല. ലോലിപോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൊണ്ട് കൊടുത്തപ്പം പിന്നെ അവന് സെറ്റായിട്ട് അതിലിരുന്നു. അവൻ്റെ ഹെയർ കട്ടിങ്ങും കഴിഞ്ഞു. പിന്നെ ഡാനീൻ്റെ ഹെയർ വാഷിങ്ങും ഹെയർ കട്ടിങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ തന്നെ ഇല്ലേ, ബാങ്ക് കൊടുക്കാൻ ഒരു 2 മിനിറ്റ്സോ മറ്റോ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. കാരണം സലൂണിൽ ഇപ്പം പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര റഷല്ലേ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തന്നെ 5 പേരുണ്ടല്ലോ. അതായത് നമ്മൾ വീട്ടിലെത്തിയിട്ട് നോമ്പൊക്കെ തുറന്നതിന് ശേഷം കേക്ക് ഉണ്ടാക്കലാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കിയത് ഒറ്റൊരു എഗ്ഗിലാണ്. ഒരു എഗ്ഗിലേക്ക് ഒരു 2 കപ്പ് പാലും 1.5 കപ്പ് പഞ്ചസാരയും കുറച്ച് ഏലക്കപ്പൊടിയും. പിന്നെ ഞാൻ മൈദൻ്റെ കണക്ക് ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല കേട്ടോ. നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഓരോരോ എഗ്ഗിനും അതായത് അതിൻ്റെ വാട്ടർ കണ്ടന്റ് വ്യത്യാസമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ചപ്പാത്തി പരുവത്തിലാകുമ്പോൾ നല്ലോണം ടൈറ്റ് ആവണ്ട, ചപ്പാത്തി പരുവത്തിലാകുമ്പോഴത്തേക്ക് അതിലേക്ക് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് നെയ്യ് ആവശ്യമുണ്ട് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ പരത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള, ചില ആൾക്കാർ മൂണിൻ്റെ ചന്ദ്രക്കലേൻ്റെ ആ ഷേപ്പിൽ, മൂണിൻ്റെ ഷേപ്പിലും അങ്ങനെയൊക്കെ കട്ട് ചെയ്യലുണ്ട്. ഞാൻ സ്ക്വയർ തന്നെയാണ് ചെയ്തത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പെരുന്നാളിൻ്റെ അപ്പം ഉണ്ടാക്കിയത്. ഫുൾ ഫാമിലി ജോയിൻ ചെയ്തിട്ടാണ് കേട്ടോ. അൽഹംദുലില്ലാ, അതൊക്കെ നല്ലൊരു സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യും ഒറ്റയ്ക്ക് തന്നെ, എന്നാലും എല്ലാവരും കൂടി ചെയ്യുമ്പോൾ അത് വേറെ തന്നെ സന്തോഷമാണ് കേട്ടോ. someone is there to care us എന്നുള്ളൊരു തോന്നലാണ് ആ സമയത്തൊക്കെ വരുന്നത്. അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാവരും അതിനായിട്ട് ശ്രമിക്കും. പിന്നെ എന്തെന്ന് വെച്ചാൽ, ഇത് നമ്മളിവിടെ ചട്ടിപ്പത്തിരി എന്ന് പറയും. പിന്നെ പക്ഷെ എൻ്റെ നാട്ടിൽ ഇത് വാട്ടുപത്തിൽ എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, 1 ഗ്ലാസ് പച്ചരിക്ക് ഇപ്പം ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു 4 hours കുതിർത്ത് വെക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ അരച്ചെടുക്കുക. അതായത് 1 കപ്പ് പച്ചരിയല്ല ഞാൻ കുതിർത്തുക, അതിലേക്ക് 4 മുട്ട ഇടുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി 1/4 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ അരച്ചെടുക്കുക. എന്നിട്ട് പുതുക്കി എടുക്കുക. തവയിൽ വെച്ചിട്ട് നമ്മൾ വെള്ളം കളയുന്ന പോലെ പുതുക്കി എടുക്കൂലേ, അതിനുശേഷം പ്രസ്സിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തില്ല അതുപോലെ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് കാഷ്യൂവിൻ്റെ അപ്പമാണ്. കാഷ്യൂവിൻ്റെ അപ്പം ഉണ്ടാക്കുന്നത് ഞാൻ നെക്സ്റ്റ് ഡേ ആണ്. വാട്ടുപത്തിലും കേക്ക് ഉണ്ടാക്കി കിടക്കുമ്പോൾ തന്നെ 1 മണിയായി. അപ്പോൾ അന്നത്തെ ക്ലീനിങ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുമ്പോൾ 2 മണിയായിട്ടോ. പിന്നെ പിറ്റേ ദിവസമാണ് ബാക്കി ചെയ്തത്. അതായത് രാവിലെ എണീറ്റിട്ട് ഞാൻ കാഷ്യൂവിൻ്റെ അപ്പം റെഡിയാക്കിയതാണ്. കാഷ്യൂവിൻ്റെ അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിക്ക് 4 മുട്ട എന്ന വിധത്തിലെടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടി ഞാൻ പറഞ്ഞ പോലെ അതും കൂടെ ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കുക. പിന്നെ കാഷ്യൂ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ചെറിയ തീയിൽ, അപ്പോൾ കുറച്ച് ക്രിസ്പിനെസ് കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അതാണ് കാഷ്യൂവിൻ്റെ അപ്പം, കൊട്ടപ്പം എന്നൊക്കെയാണ് ഇവിടെ പറയാറുള്ളത്. ഇനിയിപ്പം ഞാൻ ചെയ്യുന്നുള്ളത്, ഇവിടെ പൊരി അപ്പം എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ പൊരി ഉണ്ടാന്ന് പറയും. ആ സംഭവം നല്ല ടേസ്റ്റാണ്, ഈസിയാണ് കേട്ടോ. അപ്പം
നമുക്ക് അതിനാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് മലർ വേണം, പൊരി വേണം. ഇതുണ്ടാക്കുന്നതിന് കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 തേങ്ങ, ഒരു മീഡിയം സൈസ് തേങ്ങക്ക് 1/2 കിലോ വെല്ലം എടുക്കുക. എന്നിട്ട് വെല്ലം ഉരുക്കിയതിന് ശേഷം അതിലേക്ക് തേങ്ങയും ഏലക്കപ്പൊടി ഓപ്ഷണലാണ്, ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അതിട്ടിട്ട് നല്ല ഒരു പണ്ടാക്കി എടുക്കൂല നമ്മൾ അവലൊക്കെ നനക്കുന്ന പോലെ, അതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് 1/4 കപ്പ് മലർ പൊടിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക, 1/4 കപ്പ് പൊരി പൊടിച്ചിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കുക. അതായത് മലറും പൊരിയും കൂടുതലായാൽ ടേസ്റ്റ് കുറയും, അതുകൊണ്ടാണ്. എന്നിട്ട് ചെറിയ ഉണ്ടകളാക്കി എന്നിട്ട് അത് നമ്മൾ പച്ചരി കുതിർത്തി വെക്കുക, കപ്പ് പച്ചരി കുതിർത്തി വെക്കുക. അങ്ങനെ 1 കപ്പ് പച്ചരിക്ക് 4 മുട്ട ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കുക, കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട്. എന്നിട്ട് അത് ആ ഒരു ബാറ്ററിൽ ഈ ഒരു ഉണ്ട മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതാണ് കേട്ടോ പൊരിയപ്പം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് തലേന്നാണ്, അതായത് പെരുന്നാളിൻ്റെ തലേദിവസമാണ് ഞാൻ കാഷ്യൂ ഫ്രൈയും ഈ പൊരിയപ്പവും ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഈ ഉള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇറച്ചി കഴുകി വെക്കൽ, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യൽ, ചിക്കൻ മാരിനേറ്റ് ചെയ്യൽ, ഇങ്ങനത്തെ ഒക്കെ പണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. പിന്നെ വീടും കൂടെ വൃത്തിയാക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കലാണ്. പിന്നെ ഞങ്ങൾക്ക് രാത്രിയിലേക്ക് നെയ്പ്പത്തിൽ ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കേണ്ടത്. അതിനും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തക്ബീറൊക്കെ ചൊല്ലിയപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് ഒരു ഈദിൻ്റെ ഒരു ഫീലും കൂടെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ രാത്രി ഒരു 12:30 ആ സമയത്താണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഡ്രസ്സൊക്കെ അയൺ ചെയ്തിട്ട് കിച്ചൺ ക്ലീനിങ് ചെയ്തിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിയതാണ്. അൽഹംദുലില്ലാ നല്ലൊരു ഈദായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തേതും എന്നത്തെയും പോലെ. അപ്പം ബിലേറ്റഡ് ഈദ് മുബാറക് എന്താ പറയുക. അവർ പള്ളിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കൽ. നമ്മളില്ലേ രാവിലെ എപ്പോഴും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും കേട്ടോ. കാരണം ഞങ്ങൾ രാവിലെ ബിരിയാണി കഴിക്കുന്ന ശീലമില്ല, ഉച്ചക്ക് തന്നെയാണ് കഴിക്കൽ. അപ്പോൾ ആരൊക്കെയാണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഇതിന് ബിരിയാണി കഴിക്കലെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പം റിലേറ്റീവ്സും ഫ്രണ്ട്സും നെയ്ബേഴ്സും കുട്ടികളെല്ലാം വരുമല്ലോ. അപ്പം പെരുന്നാൾ പൈസ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പങ്ങളൊക്കെ പാത്രത്തിലും ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കലാണ്. അത് കഴിയുമ്പോൾ തന്നെ ഏകദേശം 3 മണിയൊക്കെ ആവശ്യം. അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിച്ചു. കാരണം രാത്രി 1 മണി ആയതുകൊണ്ടില്ലേ കുട്ടികൾക്കൊക്കെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ അവർ കുറച്ച് കിടന്നുറങ്ങി കേട്ടോ. ഒരു 3:15 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ എണീറ്റ് ചായ കുടിച്ചു. പിന്നെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡി ആവലാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കിടന്നുറങ്ങിയില്ല കേട്ടോ. ഞാൻ ഉറങ്ങുമ്പോഴത്തേക്ക് നെയ്ബേഴ്സിൻ്റെ കുട്ടികളൊക്കെ വന്നിട്ട് പിന്നെ അവർ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റു. ഒരു 5 മിനിറ്റ്സ് പോലും എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ കിടന്നുറങ്ങിയാൽ പിന്നെ അന്നത്തെ ഒരു ഈദ് പോവും, അതുകൊണ്ട് റെഡി ആയിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ എവിടെ പോയതെന്ന് വെച്ചാൽ ബേക്കലത്താണ് കേട്ടോ പോയത്, ബേക്കൽ ഫോർട്ടിൽ. അപ്പോൾ ഭയങ്കര റഷായിരുന്നു. ഇപ്പോൾ വെക്കേഷനാണ്, പിന്നെ വിഷു ആയിക്കൊണ്ട് വരുന്നുണ്ട്, പിന്നെ ഈദാണ്, പിന്നെ അങ്ങനെ എന്താ പറയൽ ഭയങ്കര റഷായിരുന്നു അവിടെ. അതേപോലെ തന്നെയായിരുന്നു കേട്ടോ പള്ളിക്കര ബീച്ചിലും, അവിടെയും ഭയങ്കര റഷ്. ഇത് വണ്ടിക്ക് നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ ഏകദേശം മെയിൻ റോഡ് വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതും സ്കിപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ പോയത് ഓറിക്സ് റെസ്റ്റോറൻറ്റിലാണ്. അപ്പം വീട്ടിൽ നിന്നും ബിരിയാണിയും കഴിച്ചിട്ടാണ് റെസ്റ്റോറൻറ്റിൽ പോകുന്നത്. ഐസ്ക്രീം തിന്നാനാണ് കേട്ടോ പ്ലാന്. പിന്നെ അവിടെ പോയപ്പോൾ ഇല്ലേ ഹസ്ബൻഡിന് സൂപ്പ് കുടിക്കണം എന്ന് ഭയങ്കര ആശ. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് വാങ്ങി ഇത് കഴിച്ചു. അപ്പോൾ അത് ആസ് എ സ്റ്റാർട്ടർ അത് കഴിക്കുമ്പോൾ പിന്നെ ചിക്കൻ തിന്നണമെന്ന് മൂടായി. മോക്കി ലോലിപോപ്പ് വാങ്ങി, അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. കൊറിയൻ ടച്ച് ഉള്ള ഒരു ഡിഷാണ്, അടിപൊളിയായിരുന്നു അതും. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വലുതിലോട്ടേക്ക് പോയി പ്ലാറ്ററാണ് വാങ്ങിയത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചിക്കൻ ഉണ്ടായിരുന്നു. അതിൽ ചിക്കൻ സീ കബാബ്, പിന്നെ മലായ് കബാബ്, ഗ്രിൽഡ് ചിക്കൻ പോലത്തെ സംഭവം. ആ ഒരു പ്ലാറ്ററിൽ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓറിക്സിൽ പോയാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാറ്റേഴ്സ് ഉണ്ട്, അതിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പോയത് ഐസ്ക്രീം കഴിക്കാനാണ്, അത് ഇതുവരെ നടന്നിട്ടില്ല. അറ്റ് ലാസ്റ്റ് അതും കൂടെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. എന്തായാലും പോയ കാര്യം ഒന്ന് നടക്കണമല്ലോ. അങ്ങനെ നമ്മൾ ഐസ്ക്രീമും കൂടെ കഴിച്ചു. അതിൽ റോയൽ ഗഡ്ബഡ്, ഹവായൻ ഡിലൈറ്റ്, ഗുലാബ് ജാമുൻ വിത്ത്
വാനില ഐസ്ക്രീം ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഡെത്ത് ബൈ ചോക്ലേറ്റ് അതും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന പോലെ അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഒക്കെ ടേസ്റ്റ് എല്ലാവരും ഒറക്സിൽ പോയാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ അന്നത്തെ ഈദും കഴിയാറായിട്ടോ. ഒരു 10 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു നമ്മൾ വീട്ടിൽ റിട്ടേൺ എത്തുമ്പോൾ. 10 മണിയല്ല, 9:30 സമയമാകുമ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ ഒരു ഈദിൻ്റെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ഇതൊക്കെ ആയിരുന്നു. അപ്പം നമ്മളെപ്പോലെ തന്നെ എല്ലാവരുടെയും ഈദും സന്തോഷത്തിൽ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്, ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.